ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ പാവന സ്മരണകളിലൂടെ കടന്നുപോകുന്ന ഈ പുണ്യദിനങ്ങളിൽ ദാരിദ്ര്യത്തെ കുലുകിയ മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വാക്കുകളിൽ വലിയൊരു നിധി കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്ന ഒരുവനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിന്റെ ധനം നശ്വരമാണെന്ന ബോധ്യം നമ്മുടെ ചിന്തകളെ ഉന്നതമായവയിലേക്ക് നയിക്കുന്നു. ഇപ്രകാരം ലോകദൃഷ്ട്യാ ദരിദ്രനായി തീരുകയും എന്നാൽ ദൈവത്താൽ സമ്പന്നനാവുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ്. തനിക്ക് സ്വന്തമായിരുന്ന എല്ലാം ഉപേക്ഷിച്ച് മുണ്ടൻമല വിട്ടിറങ്ങുമ്പോഴും ദൈവത്തിലുള്ള പ്രത്യാശയും അവിടുന്ന് നടത്തുമെന്നുള്ള ഉറച്ച ബോധ്യവും അവിടുന്നുള്ള ആശ്രയവുമായിരുന്നു പിതാവിന്റെ ദാരിദ്ര്യത്തിന്റെ മുഖമുദ്ര. ക്രിസ്തു ശിഷ്യരുടെ ജീവിതം ഉപേക്ഷിക്കലിൻ്റെതാണ്, അഥവാ വിട്ടുകൊടുക്കലിൻ്റെതാണ്. ഇപ്രകാരം മിശിഹായുടെ ജീവിതത്തോട് അനുരൂപരാകാനാണ് പിതാവിന്റെ ജീവിതം നമ്മെ ക്ഷണിക്കുന്നത്. പിതാവ് സന്യാസി ജീവിത സഹായി ഇപ്രകാരം പറയുന്നു: ഒരു കാശ് ധനമുള്ള സന്യാസി ഒരു കാശ് വിലയുള്ളവനല്ല എന്ന്. ദാരിദ്ര്യം ഒരു സ്വാതന്ത്ര്യമാണ്, ഈ ലോക ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അതിനായി ചില വിഷമതകളിലൂടെയും ചില ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടി വന്നാലും ഇതിന്റെ എല്ലാം അവസാനം ഒരു വലിയ ആനന്ദം ലഭിക്കുന്നു, അതായത് ദൈവത്തിലുള്ള ആനന്ദം. അതുകൊണ്ട് തന്നെയാണ് പിതാവ് ഇപ്രകാരം പറയുന്നത്: ദൈവം എനിക്കുള്ളപ്പോൾ സർവവും എനിക്കുണ്ട്. ഇപ്രകാരം ദാരിദ്ര്യത്തെ പുലുകിയ ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ പോലെ യേശുവാണ് എൻ്റെ ഏക സമ്പത്തെന്ന് പറയുവാനും അവിടുത്തെ ഏറ്റവും അടുത്ത് അനുഗമിക്കുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി പിതാവിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.